എന്തൊരു കത്താണ്, ലാളിക്കത്താണ്, എന്തൊരു കത്താണ്. കത്തണ കണ്ടങ്ങള് അത് തന്നെയാണ്. ഹോർമോസ് കടലെടുക്ക് ക്രോസ് ചെയ്തിട്ട് അമേരിക്കൻ്റെ ഇസ്രായേലിൻ്റെ ഏതെങ്കിലും ഒരു കപ്പൽ അങ്ങോട്ട് പോകണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ കത്തിക്കും എന്ന് ഇറാൻ പറഞ്ഞിട്ടുണ്ട്. ട്രംപ് പറഞ്ഞ ഒന്നും പ്രശ്നമില്ല മക്കളെ, നിങ്ങൾ വിട്ട നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട്. അങ്ങനെ കയറി പുറപ്പെട്ട ഏതോ ഒരു കപ്പലാണ് ഈ കത്ത് കത്തുന്നത് മക്കളെ. കത്തിൻ്റെ ഒരു അവസ്ഥകളൊന്നും നോക്കി, ചെറിയ കത്ത് വല്ലതാണോ? അങ്ങ് കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ആരെങ്കിലും ആ വഴിക്ക് പോവോ? ഏതായാലും ഫ്രാൻസും ഈ പറഞ്ഞ പോലെ തന്നെ ജർമ്മനിയും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഈ യുദ്ധത്തിൻ്റെ ഒരു ഭാഗത്തും ഇല്ലാതെ. ഇപ്പം ഇന്നാ പ്രസ്താവന വന്നത്. കാരണം അതിലൂടെ കുറേ കപ്പൽ കിടക്കുന്നുണ്ട്. ആയിരക്കണക്കിൽ കപ്പലുകൾ ഇങ്ങനെ പാസ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. കയറുകയും ചെയ്ത് ഇങ്ങോട്ട് ഇറങ്ങാനും പറ്റാത്ത അവസ്ഥ. അപ്പം അങ്ങനെ ഇനിയിപ്പോൾ ഇറങ്ങാൻ വിചാരിച്ചേ, അല്ലെങ്കിൽ ട്രംപ് പറഞ്ഞ പൊട്ടത്തരം കേട്ടിട്ട്, അല്ലെങ്കിൽ ഇസ്രായേൽ പറഞ്ഞ പമ്പത്തരം കേട്ടിട്ട് ഇറങ്ങാൻ നിന്ന കപ്പൽ കത്തുന്ന കത്താണ് നമ്മൾ ഈ കണ്ടിരുന്നത്. US-ൻ്റെ ഇസ്രായേലിൻ്റെ അധീനതയിൽ അല്ലെങ്കിൽ അവരുടെ ഓണർഷിപ്പിലുള്ള ഒരു കപ്പലാൻ്റെ കത്താണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം മനസ്സിലായല്ലോ ഹോർമോസിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത്. നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി, നമ്മുടെ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി, അല്ലെങ്കിൽ ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥരൊക്കെ ഓരോ വട്ടം ദിവസം ഒരു വട്ടം വെച്ചിട്ട് അബ്ബാസ് അറാച്ചിനെയും അല്ലെങ്കിൽ പെഷഷ്കിയാനെയൊക്കെ വിളിച്ചിട്ട് പ്ലീസ് 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 എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങൾ മനസ്സിലായില്ലേ. അതായത് ഇങ്ങനെ കത്തും എന്നുള്ളത് അറിയാം. അതുകൊണ്ട് അങ്ങോട്ട് കാല് പിടിച്ചതുകൊണ്ട് നമുക്ക് ഇച്ചിരി കപ്പലുകളൊക്കെ വിട്ട് കിട്ടി. നമ്മളൊരു അനുശോചനമൊന്നും പറയാണ്ട് കുറേ ദിവസമൊക്കെ പിടിച്ച് നിന്ന് നോക്കി അവസാനം നമ്മൾ മുട്ട് മുടക്കും എന്ന് കണ്ടപ്പോൾ എന്ത് ചെയ്ത് നമ്മൾ വേഗം വിളിച്ച് അനുശോചനം പോയി പറഞ്ഞ് നമ്മൾ വിളിക്കാളൊക്കെ വിളിച്ച് ഭയങ്കര മോശം ഇപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടായിരുന്നൊക്കെ ഡയലോഗ് നാലിൽ അടിച്ചതുകൊണ്ട് നമുക്കിപ്പം ഇച്ചിരി കപ്പലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചാടി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ കഴിച്ചിലായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഹോർമോസിൽ നടക്കുന്നത്. നമ്മൾ വിചാരിച്ച പോലെ നല്ല കാര്യങ്ങൾ വളരെ ദുരിതമാണ്, പരിതാപകരമാണ് അവിടുത്തെ അവസ്ഥ. ഇറാൻ കാച്ചും എന്ന് പറഞ്ഞാൽ ഇറാൻ കാച്ചും, അത് കാച്ചിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് മാത്രമല്ല, കുറച്ച് മുമ്പ് ഒരു ചാനലിൽ വന്ന ഒരു വീഡിയോ ഔട്ടാണ്. ഇതിൻ്റെ ആധികാരികത എത്രത്തോളം ഉണ്ട് എന്ന് എനിക്കറിയില്ല. പക്ഷേ കണ്ടപ്പം എനിക്കതൊരു AI അല്ല, അതൊരു ക്രിയേറ്റഡ് വീഡിയോ എല്ലാം തോന്നിയത് കൊണ്ട് നമ്മൾ പറയാമെന്ന് മാത്രം. ഇത് ഇറാൻ്റെ ഒരു മിസൈൽ സിറ്റിക്കകത്ത്, അണ്ടർഗ്രൗണ്ട് ഭൂഗർഭ സിറ്റിക്കകത്ത് ഒരു നിസ്കാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. മിസൈലുകൾ നമുക്കവിടെ കാണാം. ഇറാൻ്റെ IRGCയുടെ പട്ടാളക്കാരുണ്ട്. അവരെ ആ നിസ്കാരത്തിന് ഇമാമായിട്ട് അതിന് നേതൃത്വം കൊടുക്കുന്നത് മുസ്തഫ കാംനേയി ആണെന്നുള്ള ചില അഭ്യൂഹങ്ങൾ വരുന്നുണ്ട്. അതിന് സത്യാവസ്ഥ ഇതുവരെ വന്നിട്ടില്ല. ഇറാൻ്റെ സ്റ്റേറ്റ് TV-യിലാണ് ഈ ഒരു വീഡിയോ ഇന്നലെ ഔട്ട് ചെയ്തിട്ടുള്ളത്. വീഡിയോയിൽ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്ന പുരോഹിതൻ ഇറാൻ്റെ പുതിയ പരമോന്നത നേതാവായിട്ടുള്ള മുസ്തഫ കാംനേയി ആണെന്നുള്ള ചില സൂചനകളൊക്കെ ആൾക്കാർ പുറത്തോട്ട് വിടുന്നുണ്ട്. പക്ഷെ ഇതിൽ ചില വൈരുദ്ധ്യങ്ങളും ആൾക്കാർ പറയുന്നുണ്ട്. അതായത് ഈ അവകാശവാദം തള്ളിക്കളയുന്ന ചില ആൾക്കാരുണ്ട്. കാരണം മുസ്തഫ കാംനേയി ഇതുവരെ വെള്ള തലപ്പാവ് ധരിക്കാറില്ല. ഒരു ആൾക്കാരുടെ അടുത്തോട്ട് വരുമ്പോൾ ബ്ലാക്ക് കളർ മാത്രമേ ധരിക്കാറുള്ളൂ എന്നും, ഈ വെള്ള തലപ്പാവ് ചിലപ്പോൾ അവിടെ ധരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള ഏതെങ്കിലും ഒരു പുരോഹിതനാവാം, ഒരു മതപുരോഹിതനാവാം നിസ്കാരത്തിന് നേതൃത്വം കൊടുത്തത്, ഇമാമായിട്ട് നിന്നത് എന്നാണ് ചില ആളുകൾ സംസാരിക്കുന്നത്. ഈ IRGCയുടെ പ്രാർത്ഥന നടത്തുന്നത് അതിശക്തമായിട്ടുള്ള സുരക്ഷയുള്ള ഒരു ഭൂഗർഭ മിസൈൽ കേന്ദ്രത്തിലാണ്. അതുമാത്രമല്ല, ശത്രു രാജ്യങ്ങളുടെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഇത്തരം കേന്ദ്രങ്ങൾ, ഇറാൻ്റെ മിസൈൽ നഗരങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ ഇത്തരം സ്ഥലങ്ങളിൽ വരുന്ന സമയത്ത് ചിലപ്പോൾ ഫേസ് കവർ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇതുപോലത്തെ സൈഡ് വ്യൂസ് മാത്രമേ കാണിക്കാറുള്ളൂ ഈ സ്റ്റേറ്റ് TV പോലത്തെ സ്ഥലങ്ങളോടൊക്കെ വിടുമ്പം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇത് അങ്ങനെയുള്ളൊരു ചിത്രമായിരിക്കും അല്ലെങ്കിൽ ഒരു വീഡിയോ ആയിരിക്കാം, ചിലപ്പം കാംനേയി ആയിരിക്കാം, നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ അറിഞ്ഞിട്ടുള്ള ന്യൂസ് വെച്ചിട്ട് ആളിപ്പം പരിക്കുകളോടെ റഷ്യയിൽ ട്രീറ്റ്മെൻറ്റിലാണ് എന്നാണ് കേൾക്കുന്നത്. അവിടെ നിന്നാണ് ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് എന്നുള്ള ഒരു സംസാരമുണ്ട്. പക്ഷേ നമുക്കറിയാം ഇറാൻ എത്രത്തോളം വെൽ പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം ഇത്തരം നേതാക്കളുടെ കാര്യത്തിൽ എന്നുള്ളത്. ആ രീതിയിലാണ് അവിടെ ആക്രമണങ്ങൾ നടത്തുന്നത്. ഇവർ ബങ്കറിലൊന്നും അല്ലാണ്ട് ഒളിക്കാണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ത്രെട്ട് ഭയങ്കരമാണ്, അവരുടെ ജീവനുള്ള. അപ്പം ഇങ്ങനെയുള്ള ഒരു ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ തോന്നി. ഇങ്ങനെ ഒരു വീഡിയോ കണ്ടതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ തോന്നി. ഇനി മറ്റ് ചില കാര്യങ്ങൾ, ഇന്ന് റഷ്യയുടെ വിദേശകാര്യ മന്ത്രി, അതായത് റഷ്യ എത്രത്തോളം ഇറാനെ സഹായിക്കുന്നുണ്ട് എന്നുള്ളൊരു ഇത് പുറത്തോട്ട് വിട്ടിട്ടുണ്ട്. കണ്ടോന്നറിയില്ല, കാണാത്ത ആൾക്കാർ ജസ്റ്റ് 1-2 അപ്ഡേറ്റുകളായിട്ട് വന്നതുകൊണ്ടാണ്. മറ്റ് വലിയ അപ്ഡേറ്റുകളൊന്നുമില്ല. അവിടെയൊക്കെ മിസൈലുകൾ വീകുന്നുണ്ട്, ഒരുപാട് പേര് മരിക്കുന്നുണ്ട്. ഇറാനിലും മിസൈലുകൾ വീകുന്നുണ്ട്, ഇസ്രായേലിൽ വീണുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ ഗൾഫ് മേഖലകളിലും ഒരുവിധ എല്ലാ സ്ഥലത്തും. ഖത്തറിൽ കുറച്ച് ദിവസമായിട്ട് ആക്രമണമല്ലേ, കുറച്ച് മുമ്പ് ഒരാൾ എന്നെ വിളിച്ചിരുന്നു. ഖത്തറിൽ ഓൾറെഡി ഡ്രോൺ വീണ് തുടങ്ങിയിട്ടുണ്ട്, 2-3 ഡ്രോൺ പൊട്ടി.
ആ ഒരു അലേർട്ട് വന്നു എന്നൊക്കെയുള്ള ന്യൂസുകൾ വരുന്നുണ്ട്. അതുമാത്രമല്ല ഇറാൻ്റെ വിദേശകാര്യമന്ത്രി ശക്തമായിട്ടുള്ള മറ്റൊരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. എവിടൊക്കെ അമേരിക്കയുടെ പട്ടാളക്കാരുണ്ടോ അങ്ങനെ ആളുകളൊക്കെ ഏതൊക്കെ ഹോട്ടൽ എവിടെ ഒളിച്ചിരിക്കേണ്ടത് ഞങ്ങളെല്ലാം തീർത്തിരിക്കും. അതിനുള്ള 1-2 ഉദാഹരണങ്ങൾ ബാഗ്ദാദിലും അവിടെയൊക്കെ ഹോട്ടലുകൾ തന്നെ, കുവൈറ്റിൽ ഹോട്ടലുകളൊക്കെ തന്നെ ഡ്രോൺ ആക്രമണം വരുന്നത് നമ്മൾ കണ്ടു. ഇത് മാത്രമല്ല, ഇനി വരുന്ന 10 ദിവസം എന്ന് പറഞ്ഞാൽ വളരെ ക്രൂഷ്യലാണ്. ഏതൊക്കെ സൈനിക ബേസുകളുണ്ട് അതിൻ്റെ നിയറസ്റ്റ് ആയിട്ടുള്ള ആളുകളോട് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് വിട്ടുപോയിക്കോളാനാണ് പറഞ്ഞത്. ഇറാൻ കൂടുതലായിട്ട് ഇനി അങ്ങോട്ട് ആക്രമണങ്ങൾ അയച്ചുവിടാൻ പോകാന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം റഷ്യയുടെ വിദേശകാര്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്, സെർജി ലാവ്റോവ പറഞ്ഞിട്ടുള്ളത്, ഇതുവരെ ഞങ്ങൾ അതായത് ഇറാന് സപ്പോർട്ട് കൊടുത്തു എന്നുള്ള പല തരത്തിലുള്ള മാധ്യമ ചർച്ചകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അത് സത്യം തന്നെയാണ്. ഇറാനുമായിട്ടുള്ള സൈനിക സഹകരണങ്ങൾ റഷ്യ വളരെ നല്ല രീതിയിൽ തന്നെ ഇതുവരെ നടത്തിയിട്ടുള്ളത്. സൈനിക സാങ്കേതിക സഹായങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതായത് ഇറാന് വേണ്ടിയിട്ട് സപ്പോർട്ടുകൾ, ഇപ്പം യുദ്ധോപകരണങ്ങളായിട്ടുള്ള ഇൻ്റർസെപ്റ്റേഴ്സ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഡ്രോണുകൾ കൊടുത്തിട്ടുണ്ട്, അതുപോലെ മിസൈലുകളുടെ റോ മെറ്റീരിയൽസും മിസൈലുകൾ പോലും ഞങ്ങൾ സപ്ലൈ ചെയ്തിട്ടുണ്ട് എന്ന് റഷ്യ കംപ്ലീറ്റ്ലി സ്ഥിരീകരിക്കുന്നുണ്ട്. അതേ സമയത്ത് റഷ്യ ഇൻ്റലിജൻസ് സപ്പോർട്ട് കൊടുക്കുന്നില്ല എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. ഞങ്ങൾ അങ്ങനെ ഈ മേലെ ഇൻ്റലിജൻസ് സപ്പോർട്ട് എന്നല്ല, ഞങ്ങൾ ഈ സാറ്റലൈറ്റ് സപ്പോർട്ടുകൾ ഞങ്ങൾ കൊടുക്കുന്നില്ല. അമേരിക്കയുടെ തന്നെ ഈ പറഞ്ഞ താവളങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം, ഏതൊക്കെ സ്ഥലത്ത് അതിൻ്റെ പൊസിഷനും അതിൻ്റെ കറക്റ്റ് ലോഞ്ചിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡും മാഗ്നിറ്റ്യൂഡും ഒക്കെ അറിയുന്ന ആളുകളാണ് ഈ ലോകത്തുള്ള എല്ലാവരും. അപ്പോൾ അതുകൊണ്ട് ആ സപ്പോർട്ട് ഞങ്ങൾ ഇറാന് കൊടുത്തില്ല. അത് ഇറാൻ സ്വയം തന്നെ അടിച്ചു വീട്ടുന്നതാണ്. ഇവരെവിടെയൊക്കെയാണ് ഈ ബേസുകൾ ഉള്ളത് ആ സ്ഥലത്ത് ഞങ്ങൾ അടിച്ചു വീട്ടുന്നതാണെന്നാണ് റഷ്യയുടെ ഈ ഒരു ഇപ്പം റഷ്യയുടെ വിദേശകാര്യമന്ത്രി പുറത്തോട്ട് വന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി അത് മാത്രമല്ല, മറ്റൊരു അപ്ഡേറ്റ് പറയാനുള്ളത്, ഇറാൻ്റെ വിദേശകാര്യമന്ത്രി ഇന്ന് ഐക്യരാഷ്ട്രസഭയിലോട്ട് ഒരു മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. അതായത് ഇത് പ്ലേസ് അൺനോൺ ആണ്, പുള്ളി എവിടെ ഇരിക്കുന്ന അറിയില്ല, അവിടെ നിന്ന് ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു മെസ്സേജാണ്, ഐക്യരാഷ്ട്രസഭയിൽ പ്രസൻറ്റ് ചെയ്ത മെസ്സേജാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഈ രൂക്ഷമായിട്ട് തന്നെ അമേരിക്കയും ഇസ്രായേലും കാണിക്കുന്ന ഇല്ലീഗൽ വാർ എന്നാ പറഞ്ഞത്. ഇല്ലീഗൽ വാർ രൂക്ഷമായിട്ടാണ് പുള്ളി വിമർശിച്ചിട്ടുള്ളത്. അതിൽ പുള്ളി എടുത്തു പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ, നിയമവിരുദ്ധമായിട്ടുള്ള യുദ്ധം അടിച്ചേൽപ്പിക്കുകയാണ് ഇസ്രായേലും അമേരിക്കയും ചെയ്തിട്ടുള്ളത്. ഇറാൻ്റെ തെക്ക് ഭാഗത്തെ മിനാബിലുള്ള സ്കൂളിലോട്ട് 175ഓളം വിദ്യാർത്ഥികൾ മരിച്ചു. അവിടുത്തെ അധ്യാപകരും മറ്റ് ജീവനക്കാരും അടക്കം 200-ലധികം ആളുകളാണ് മരിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, അത്യാധുനിക സാങ്കേതിക വിദ്യ കൈവശമുള്ള ഈ രാജ്യങ്ങൾ ബോധപൂർവം നടത്തിയ കുറ്റകൃത്യമാണ് എന്നും കൂടെ അബ്ബാസ് അറാഗ്ചി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇനി വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങൾ ഇറാനിലുണ്ടായത്, കഴിഞ്ഞ 27 ദിവസത്തെ യുദ്ധത്തിന് ഇറാനിൽ ഏകദേശം 600-ലധികം സ്കൂളുകളാണ് തകർക്കപ്പെട്ടിട്ടുള്ളത്. അവിടെ 1-2 ബോംബുകൾ ഇസ്രായേലിൻ്റെ ചില ആളുകൾ താമസിക്കുന്ന സ്ഥലത്ത് വീണപ്പോഴേക്കും ഇത് യുദ്ധ കുറ്റമാണ്, ഇത് യുദ്ധ തീവ്രവാദികളാണ്, ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ, ഞങ്ങൾ ഇസ്രായേൽ ജനങ്ങളല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് നെതന്യാഹും മറ്റ് നമ്മുടെ നാട്ടിലെ സംഘികളൊക്കെ പുറത്തോട്ട് വന്ന് ചില വീഡിയോസൊക്കെ ഇട്ട് കണ്ടു. മൈക്കൊണാപ്പന്മാരെ, ഇമ്മാതിരി സാധനം നീയൊക്കെ ഇവിടെ കൊണ്ട് ഇമ്മാതിരി അടിയടിച്ചിട്ട് 600ഓളം സ്കൂളുകളാണ് മൊത്തം തകർത്തിട്ടുള്ളത് ഈ 27 ഡേയ്സിൽ. 600ഓളം സ്കൂൾ, 1000-ലധികം വിദ്യാർത്ഥികളും അധ്യാപകരും കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് പുള്ളി പറഞ്ഞത്. ഔദ്യോഗിക കണക്കല്ല, ഇറാനിൽ കൊല്ലപ്പെട്ട ആൾക്കാരുടെ നമ്പറാണ് പറയുന്നത്. കാരണം സ്കൂളുകളിലോട്ടും ആശുപത്രികളിലോട്ടും അങ്ങനെ പൊതു സ്ഥാപനങ്ങളിലോട്ടാണ് ഇസ്രായേൽ ഏറ്റവും കൂടുതൽ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത്രയും പേര് കൊല്ലപ്പെട്ടതായിട്ടും കൂടെ അബ്ബാസ് അറാഗ്ചി ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ ആശുപത്രികൾ, ആംബുലൻസുകൾ, ജലസ്രോതസ്സുകൾ, പാർപ്പിട മേഖല, ഇതാണ് ഏറ്റവും കൂടുതൽ ഇസ്രായേൽ അമേരിക്കയിൽ ലക്ഷ്യം വെച്ചിട്ടുള്ളത്. അതായത് ഇറാൻ്റെ സൈനിക മേഖലയേക്കാൾ ഏറ്റവും കൂടുതൽ അവിടുത്തെ സാധാരണ ജനങ്ങളെയാണ് കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേലും അമേരിക്കയും. അപ്പം ഈ ഉത്തരവാദിത്വം കംപ്ലീറ്റ്ലി അത് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഭാഗത്താണ് എന്ന് കൂടെ കുറച്ച് വലിയൊരു പ്രസംഗമാണ് കേട്ടോ. അതിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെയാണ് ഇന്ന് പിന്നെ നടന്നിട്ടുള്ള പ്രധാനമായിട്ടുള്ള ചില അപ്ഡേറ്റുകൾ പറയാനുള്ളത്. പിന്നെ പല സ്ഥലങ്ങളിലും ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അമേരിക്കൻ ബേസുകളിലൊക്കെ അമേരിക്കൻ്റെ 13 ബേസുകളിലും ഏകദേശം കാലിയാവാറായിട്ടുണ്ട് ഇറാൻ്റെ ആക്രമണങ്ങൾ കൊണ്ട്. ഇനി മറ്റൊരു ന്യൂസ് വരുന്നുണ്ട്, ഇറാൻ ഇതുവരെ പുറത്തെടുക്കാത്ത ഏതൊരു ഐറ്റം സാധനം മിസൈൽ കയ്യിലുണ്ട്, അത് അടുത്തതായിട്ട് പുറത്തെടുക്കാൻ പോകാമെന്ന് പറയുന്നുണ്ട്. അതായിരിക്കും ഇറാൻ ലോകത്തിന് മുമ്പിൽ കാണിക്കാൻ പോകുന്ന ഏറ്റവും വലിയ മിസൈൽ എന്നാണ് പറയുന്നത്. ഇതുവരെ കാണിച്ചതൊന്നുമല്ല, അതിനേക്കാൾ വലുതാണ് ഞങ്ങളുടെ അറയിലുള്ളത് എന്നുള്ള ഒരു ന്യൂസ് പുറത്തു വരുന്നുണ്ട്. നമുക്ക് നോക്കാം ഏതായിരിക്കും, എങ്ങനെയാണ് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ എന്നുള്ളത്. അപ്പോൾ ഓക്കെ.